നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം. ഈ മാസം ആദ്യം ഇന്ത്യൻ വ്യോമപാതയ്ക്ക് മുകളിൽ ഇറാനിയൻ വിമാനത്തിന് ഉണ്ടായ ബോംബ് ഭീഷണി വ്യാജമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഭീഷണി വന്നതിനെ തുടർന്ന് യാത്രക്കാരെയും ക്രൂ അംഗങ്ങളെയും അതിവേഗം പുറത്തെത്തിച്ചു. റഷ്യയിൽ നിന്ന് പുലർച്ചെ ഡൽഹിയിലെത്തിയ SU-232 വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് സുരക്ഷാ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ചുള്ള സന്ദേശം ലഭിക്കുന്നത്. ഭീഷണി സന്ദേശം ഫോൺ വഴി ലഭിക്കുകയായിരുന്നു. മോസ്കോയിൽ നിന്ന് തിരിച്ച വിമാനം ഇന്ന് പുലർച്ചെ 3:20-നാണ് ഡൽഹിയിലെത്തിയത്. അന്വേഷണം നടക്കുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ യാത്രക്കാരെയും ക്രൂ അംഗങ്ങളെയും വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയെന്നും വിമാനം പരിശോധിച്ചു വരികയാണെന്നും ഡൽഹി പോലീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഡൽഹി എമർജൻസി റെസ്പോൺസ് സർവീസിനാണ് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം ലഭിച്ചത്. രാവിലെ 1:28-ഓടെ ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു. ഉടനെ തന്നെ ബോംബ് സ്ക്വാഡും പോലീസ് സംഘവും സംഭവ സ്ഥലത്ത് എത്തി. 386 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനത്തിൽ നിന്ന് സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. വ്യാജ ഭീഷണി സന്ദേശമാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പരിശോധനകളുടെ ഭാഗമായി വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും മന്ദഗതിയിലായി. ഇവിടെ നിന്ന് വിമാനങ്ങൾ പുറപ്പെടുന്നതുൾപ്പെടെ കാലതാമസം വന്നിരുന്നു. അതുപോലെ ഒക്ടോബർ 3-നാണ് ഇന്ത്യൻ വ്യോമപാതയ്ക്ക് മുകളിൽ ഇറാനിയൻ വിമാനത്തിന് ഉണ്ടായ ബോംബ് ഭീഷണി വ്യാജമെന്ന് ഇറാൻ അറിയിച്ചത്. ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് പോയ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടെന്ന തരത്തിൽ ആദ്യം റിപ്പോർട്ട് പുറത്തു വന്നത്. വിമാനത്തിൽ ബോംബ് ഭീഷണിയുണ്ടെന്ന വിവരം ഡൽഹി ATSനെ അറിയിച്ച പൈലറ്റിനോട് ജയ്പൂരിലോ ഛത്തീസ്ഗഡിലോ വിമാനം ഇറക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിന് പൈലറ്റ് തയ്യാറായില്ലെന്നും ഇന്ത്യൻ എയർഫോഴ്സ് അറിയിച്ചിരുന്നു. ബോംബ് ഭീഷണി ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് എടുത്തതെങ്കിലും ഇത് വ്യാജമാണെന്ന ഇറാൻ അറിയിപ്പിനെ തുടർന്ന് വലിയ ആശങ്ക ഒഴിയുകയായിരുന്നു. വിമാനം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെയും വ്യോമസേനയുടെയും കർശന നിരീക്ഷണത്തിലുമായിരുന്നു. മുന്നറിയിപ്പ് ലഭിച്ചതോടെ വ്യോമസേന സുഖോയ് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരുന്നു. ബോംബ് ഭീഷണി വ്യാജമാണെന്ന് ഇറാനിൽ നിന്ന് സന്ദേശം ലഭിച്ചതോടെ വിമാനം ചൈനയിലേക്ക് തിരിച്ചതായി വ്യോമസേന അറിയിക്കുകയായിരുന്നു. ഇന്ത്യൻ വ്യോമപാതയിൽ സഞ്ചരിക്കവേ വിമാനം കനത്ത നിരീക്ഷണത്തിലായിരുന്നുവെന്നും വ്യോമസേന വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ആകാശപാതയിലൂടെ ചൈനയിലേക്ക് പോവുകയായിരുന്നു വിമാനം. ഈ സമയത്താണ് പൈലറ്റ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ബോംബ് ഭീഷണിയുണ്ടെന്ന വിവരം കൈമാറുന്നത്. ഇക്കാര്യം ഉടൻ ഇന്ത്യൻ വ്യോമസേനയെ ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിക്കുകയായിരുന്നു. വിമാനത്തെ പിടികൂടാനായി വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പുറപ്പെട്ടിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് Su-30 MKI യുദ്ധവിമാനങ്ങളാണ് പറന്നുയർന്നത്. പഞ്ചാബിൽ നിന്നും ജോധ്പൂരിൽ നിന്നുമാണ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ അയച്ചിരുന്നത്. എന്നാൽ ഭീഷണി വ്യാജമാണെന്ന വിവരം ലഭിച്ചതോടെ ഇന്ത്യൻ പോർ വിമാനങ്ങൾ തിരിച്ചിറക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.